ഹായ് ഹലോ എല്ലാവർക്കും സുജാസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു മസാല റോളാണ് കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റായിട്ട് തയ്യാറാക്കിയത്. അപ്പോൾ അത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കല്ലേ. നോക്കി കണ്ടോ, മസാല റോള് തയ്യാറായതിന് ശേഷം ഞാനത് ഒന്ന് മുറിച്ച് നോക്കിയതാട്ടോ. കണ്ടോ, ഉള്ളിലൊക്കെ നല്ല മാതിരി മസാലയൊക്കെ നല്ല തിക്കൻസായിട്ട് നല്ല ഭംഗിയിലിരിക്കുന്നുണ്ട്. മാവും പുറമത്തെ ഇതൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ, നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ട് കഴിക്കുക, എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്ക്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായപ്പോൾ അതിൽ എണ്ണ ഒഴിച്ചുവിട്ടാ. എണ്ണ ഒഴിച്ചിട്ട് ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ടിട്ട്, കടുക് പൊട്ടി തുടങ്ങിയപ്പോൾ കറിവേപ്പിൻ്റെ ഇല ചേർത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി കുറച്ച് നേരം ഒന്ന് പൊട്ടി കഴിഞ്ഞപ്പോൾ ഒരു സബോള ചെറുതാക്കി അരിഞ്ഞിട്ട് വെച്ചിട്ടായിരുന്നു, ആ സബോള അതിലേക്ക് ചേർത്തു. വെളുത്തുള്ളി 5-6 അല്ലി ചതച്ചത് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് അതും ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സബോളയൊക്കെ ചേർത്ത് അതിനോടൊപ്പം ഇത്തിരി മല്ലിച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടിയിട്ട് നന്നായി മിക്സാക്കി ഇളക്കിയിട്ട് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഒന്ന് വാടി കിട്ടട്ടെ, സബോളയൊക്കെ നന്നായി ഒന്ന് വാടി കിട്ടട്ടെ കേട്ടോ. അപ്പോൾ ഒരുവിധം സബോളയൊക്കെ വാടി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് അപ്പോൾ ഉപ്പ് ചേർത്തു. ഒരു തക്കാളി അതിൽ ചേർക്കാനായിട്ട് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുത്തു. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി തക്കാളിയൊക്കെ ഒന്ന് വാടോളം ഇളക്കാം കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തു, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു, പിന്നെ 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർക്കാം കേട്ടോ. അപ്പോൾ മുളക് പൊടിയിലും മല്ലിപ്പൊടിയിലൊക്കെ പച്ചക്കുത്ത് പോകണം കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കുറച്ച് നേരം ഒന്ന് മുളക് പൊടിയൊക്കെ ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് കുറച്ച് നേരം ഇളക്കി കൊടുക്കുക. അതിന് ശേഷം 1 ടീസ്പൂണ്, ചെറിയ ടീസ്പൂൺ കേട്ടോ, അതുകൊണ്ട് 1 ടീസ്പൂണ് മസാലപ്പൊടി, കറി മസാലപ്പൊടി ഇല്ല, അത് ചേർത്തു. അത് എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് മസാല ഒരുവിധം എല്ലാവിടേക്കും യോജിപ്പിച്ചതിന് ശേഷം ഉരുളൻകിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, 3 എണ്ണം. അതിങ്ങനെ പുഴുങ്ങി തൊലി കളഞ്ഞ് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കുക, കൂട്ടി ഇളക്കുക എല്ലാ മസാലയും കൂടിയിട്ട്. അപ്പോൾ ഉരുളൻകിഴങ്ങയ്ക്ക് എല്ലായിടത്തേക്കും എരിവും മസാലകളൊക്കെ പിടിക്കോളം നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഉപ്പ് പിടിക്കും. അതിൻ്റെ ഒപ്പം ഇത്തിരി മല്ലിയില ചേർത്ത് കൊടുത്തു കേട്ടോ. മല്ലിയിലയും ചേർത്ത് കൂട്ടി ഇളക്കാട്ടോ, എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇറക്കി വയ്ക്കുക. ഇനി ഒരു ബൗളെടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഒരു 250 ml ഒരു കപ്പിൽ 1 കപ്പ് മൈദ എടുത്തു കേട്ടോ. പിന്നെ കോൺഫ്ലവറിൻ്റെ പൊടി 1/4 കപ്പ് ചേർക്കുക കേട്ടോ. പിന്നെ അതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് എള്ള് ചേർക്കാം കേട്ടോ, ഒരു 1/2 ടീസ്പൂണോളം എള്ള് ചേർത്തു. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1-2 ടീസ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ, കുഴയ്ക്കാനൊക്കെ ഒട്ടി പിടിക്കാതിരിക്കാനൊക്കെ നല്ലതാണ്. കുറച്ച് ഓയിലും ചേർത്ത് കേട്ടോ. എന്നിട്ട് കൈ കൊണ്ട് മിക്സാക്കി നന്നായി എല്ലാവരുടെയും ഉപ്പും എല്ലാം കൂടി യോജിച്ചതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ആദ്യം. അപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശെ ഒഴിച്ച് കുഴയ്ക്കുക കേട്ടോ. പക്ഷേ വെള്ളം പോലെ കിട്ടണം നമുക്ക്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കുഴഞ്ഞ പോലെ ആയിട്ടുള്ള ഇനി ആ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് വെള്ളം പോലെ ആക്കി ഇതുപോലെ ആക്കിയെടുക്കണം. അപ്പോൾ ഇതിലൊരു 1.5 കപ്പ് വെള്ളത്തോളം വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളം എനിക്ക് വേണ്ടി വന്നത്. അപ്പോൾ ഇതേ രീതിയിലിരിക്കണം മാവ് കേട്ടോ, ലൂസായിട്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട്, ദോശ പാനില്ലേ, അത് വെച്ച് ചൂടാക്കിയിട്ട് അതിൽ ദോശ പോലെ നമുക്കൊന്ന് പരത്തി ചുട്ടെടുക്കാം കേട്ടോ ഓരോന്ന്. ഇപ്പോൾ ഒരേ കയ്യിൽ മാവ് ഒഴിക്കുക അതിലേക്ക് കേട്ടോ. നമ്മൾ കലക്കി വെച്ചത് മൈദയും കോൺഫ്ലവറൊക്കെ ആയിട്ട് കലക്കി വെച്ചില്ലേ, ആ മാവ് ഒരു കൈലോളം ആദ്യം ഒഴിച്ച് ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എത്രത്തോളം വലുപ്പത്തിൽ പരത്താൻ പറ്റിയെങ്കിൽ പരത്തിയെടുക്കുക കേട്ടോ. ഇനി അത് കമത്തിയിടരുത്, മറിച്ചിടരുത് കേട്ടോ. അതേപോലെ കിടന്ന് മാവൊക്കെ ഒന്ന് വലിഞ്ഞെന്ന് കണ്ടാൽ നമുക്ക് എടുത്തു മാറ്റാം അതുപോലെ. അപ്പോൾ അതുപോലെ അല്ലാതെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്, ഒരു 6 എണ്ണം അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 6 ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ദോശയും മസാലയും കൂടിയിട്ട് നമുക്കിത് റോൾ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പലക എടുത്തിട്ടുണ്ട്. ആ പലകയാമയ്ക്ക് ഓരോ ദോശ വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയ മൈദയും കോൺഫ്ലവർ കൊണ്ട് ഉണ്ടാക്കിയില്ലേ, അത് ഓരോന്നായിട്ട് നമുക്ക് പലകയാമയ്ക്ക് വെക്കുക. വെച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ മസാല വെച്ച് കൊടുക്കുക ആവശ്യത്തിനുള്ളത്. ഫില്ലിങ്ങിനായിട്ട് നമ്മൾ മസാല തയ്യാറാക്കിയില്ല, ആ മസാലയിൽ നിന്ന് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അതിൽ ആവശ്യമുള്ളത്. അപ്പോൾ അതുപോലെ വെച്ചിട്ട് ഇങ്ങനെ നീളത്തിൽ വെച്ച് കൊടുക്കുക കേട്ടോ. റോള് പോലെ നമുക്ക് ഉരുട്ടാനുള്ളതല്ലേ. അപ്പോൾ 2 തലക്കലിക്കും അധികം നീക്കി വെക്കരുത്, നടുഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇനി അതിന് ശേഷം നമുക്കിത് 4 ഭാഗം ഒട്ടിച്ച് വെക്കണ്ടേ. അതിന് വേണ്ടിയിട്ട്
ഞാൻ ഇത്തിരി പച്ച കലക്കിയപ്പോൾ തന്നെ നമ്മുടെ മൈദപ്പൊടിയിൽ നിന്ന് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ മൈദപ്പൊടി അരികിൽ ഇങ്ങനെ തേച്ച് കൊടുത്താൽ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ അത് വിടില്ല കേട്ടോ. എണ്ണയിലിടുമ്പോൾ വിടാതെ അങ്ങനെ ഇരുന്നോളൂ. അതിന് വേണ്ടിയിട്ടുണ്ട് ഞാൻ കുറച്ചായി ഇത് മാവ് മാറ്റിച്ചിട്ടുണ്ടായിരുന്നു. ആ മാവ് കൊണ്ട് 4 പുറമൊന്ന് തേച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒട്ടിക്കുക. ആദ്യം ഇങ്ങനെ ഇങ്ങനെ റോള് പോലെ ചുരുട്ടാട്ടോ. എന്നിട്ട് 2 തലയും മടക്കി കൊടുക്കുക. ആ 2 തലയും വിടാതിരിക്കുക, മസാലയൊന്നും പുറത്തേക്ക് പോകാതിരിക്കുക. അങ്ങനെ മടക്കി കൊടുത്തിട്ട് അടിയിലേക്ക് ചുരുട്ടി എടുക്കുക. ഇതുപോലെ ചുരുട്ടി എടുക്കുക കേട്ടോ. ഇങ്ങനെ എല്ലാ ദോശ ഇതുപോലെ റോളുകളാക്കി എടുക്കുക കേട്ടോ, മസാല വെച്ചിട്ട്. കണ്ടപ്പോൾ നല്ല ഒട്ടി കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇത് വിടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ മൈദ കലക്കിയിട്ട് പരത്തി കൊടുത്ത കാരണം അത് ഇനി വിടില്ല കേട്ടോ എണ്ണയിലിട്ടാലും. അപ്പോൾ നമുക്കത് പ്ലേറ്റിലേക്ക് ഇതുപോലെ എല്ലാതും ആക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി രണ്ടാമത്തെ ദോശ എടുത്തിട്ട് ഇതുപോലെ തന്നെ മസാല വയ്ക്കുക. മസാല വെച്ച് ഇനി മൈദ 4 പുറം മൈദ കലക്കി ഇത് തേച്ച് കൊടുക്കാം കേട്ടോ, ഉരുട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ റോളാക്കി ഉരുട്ടുമ്പോൾ വിടാതിരിക്കാൻ വേണ്ടിയിട്ട് മൈദ പരത്തി കൊടുക്കുക. അപ്പോൾ ബ്രഷ് കൊണ്ടാകുമ്പോൾ നല്ല രീതിയിൽ പരത്തി കൊടുക്കാൻ പറ്റും. നമ്മൾ കൈ കൊണ്ടാക്കണേക്കാളും നല്ലതാണ്. ടീസ്പൂൺ കൊണ്ടും കൈ കൊണ്ടാക്കണ നല്ലത്. ഇങ്ങനെ ബ്രഷ് കൊണ്ട് തേച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ റോളാക്കി മുകളിൽ നിന്ന് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. 2 തലയും മടക്കി കൊടുക്കുക. ഇതുപോലെ മടക്കി ഒട്ടിച്ചേക്കുക കേട്ടോ. അപ്പോൾ ആ മാവുള്ള കാരണം മൈദേര മാവ് പറ്റിയ കാരണം വേഗം ഒട്ടി കിട്ടും കേട്ടോ. എന്നിട്ട് അങ്ങോട്ട് പിന്നെ അത് ഉരുട്ടി അറ്റം വരെ എടുക്കുക. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ദോശയിലും ഇതുപോലെ മസാല വെച്ചിട്ട് നമുക്ക് റോളാക്കി എടുക്കണം കേട്ടോ. കണ്ട അതുപോലെ റോളാക്കി എടുക്കുക. അപ്പോൾ ഒട്ടാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ട് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ എണ്ണയിലിട്ടാൽ വിട്ടുപോകും. അപ്പോൾ മൈദ പറ്റിയ കാരണം വേഗം ഒട്ടി കിട്ടും കേട്ടോ. ഇപ്പോൾ 2 തയ്യാറായിട്ട് അതുപോലെ ബാക്കിയുള്ളതും കൂടി തയ്യാറാക്കിയ. ഇപ്പോൾ ഇതെല്ലാം 6 കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ 6 റോളുകളാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട് മസാലയൊക്കെ വെച്ചിട്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പാൻ വെച്ച് ചൂടായിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് തിളച്ചിട്ടുണ്ട് എണ്ണ. അപ്പോൾ അതിലേക്ക് ഓരോന്ന് നമ്മൾ വെച്ച് കൊടുക്കുക. ഒരു 3 വീതം വെച്ച് കൊടുക്കുക കേട്ടോ. 6 അപ്പോൾ 2 ട്രിപ്പായിട്ട് നമുക്ക് ഉണ്ടാക്കാം. 3 വീതം വെച്ച് കൊടുക്കുക. കൂടുതൽ എണ്ണ അങ്ങോട്ട് മറയ്ക്കാനൊക്കെ പറ്റാണ്ട് പൊട്ടിപ്പോകുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ 3 വെച്ചാൽ മതി ലൂസാക്കിയിട്ട്. ഇനിയിപ്പോൾ അടിഭാഗം ഒരുവിധം നമുക്ക് മൊരിച്ചലായപ്പോൾ ഞാൻ മറച്ച് വെച്ച് കൊടുത്തിട്ടോ. മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ആയോ നോക്കാം. സൈഡൊക്കെ ഒന്ന് ആയില്ലെങ്കിൽ മറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ആദ്യത്തെ റോളുകൾ എടുത്ത് മാറ്റാം കേട്ടോ എണ്ണയിൽ നിന്ന്. കണ്ടോ 2 ഞാൻ സൈഡ് വശമൊക്കെ ചെരിച്ച് വെച്ച് കൊടുത്ത് വേവിച്ചതാട്ടോ. അപ്പോൾ നല്ല മാതിരി മൊരിഞ്ഞ് കിട്ടിയിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് 3 മാറ്റാം കേട്ടോ. എണ്ണ അതിൻ്റെ ഇടയിലൊക്കെ പെട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെരിച്ച് പിടിച്ച് കഴിഞ്ഞാൽ എല്ലാ എണ്ണയുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാർന്ന് പോകുന്നുള്ളൂ കേട്ടോ. ഇനി 2ാം ട്രിപ്പ് 3 കൂടി ഇല്ലേ, ആ 3 കൂടി നമുക്ക് എണ്ണയിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ദോശ പോലെ ചുട്ടതിന് ശേഷമല്ലേ റോസ്റ്റ് ചെയ്യുന്നത്. അത് കാരണം വേഗം ആവും കേട്ടോ. അപ്പോൾ അതേ ഇതും 2ാം ട്രിപ്പ് വെച്ചതും വേഗം റോസ്റ്റായി മറക്കലെടുക്കുക കഴിഞ്ഞു. എല്ലാ ഭാഗം ഒരുപോലെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടോ. ഒരെണ്ണം കഴിച്ചാൽ നമ്മുടെ വയറിനറിയാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തട്ടോ. പുതുതായി വല്ലവരും കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ബൈ.